എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ മനോഹരമായ മറ്റൊരു കഥയുമായാണ് എത്തിയിരിക്കുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാര കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പക്ഷേ അതിനു മുൻപ് കൂർമാവതാര ഹേതുവായ ദുർവാസാവ് മഹർഷിയെ അറിയണം. ആരാണ് ദുർവാസാവ് മഹർഷി? സപ്തർഷികളിൽ ഒരാളായ അത്രി മഹർഷിയുടെയും അനസൂയാദേവിയുടെയും ശിവാംശമായ പുത്രനാണ് ദുർവാസാവ്. അദ്ദേഹത്തിൻ്റെ ജനനകഥയുടെ ആവിർഭാവം പതിവ്രതാരക്തമായ ശീലാവതിയിൽ നിന്നും തുടങ്ങുന്നു. ശീലാവതിയുടെ ഭർത്താവാണ് ഉഗ്രസ്രവസ്. ഒരിക്കൽ ഈ ഉഗ്രസ്രവസ് മാണ്ഡ്യ മഹർഷിയെ പരിഹസിക്കുവാനിടയായി. അതിൽ കുപിതനായ മാണ്ഡ്യൻ ഉഗ്രസ്രവസിനെ നാളെ സൂര്യൻ ഉദിച്ചാൽ നീ നിന്റെ ശിരസ്സു പിളർന്ന് മരിക്കുവാൻ ഇടയാകട്ടെ എന്ന് ശപിച്ചു. നാളെ സൂര്യൻ ഉദിച്ചാൽ തൻ്റെ ഭർത്താവ് മരണപ്പെടുമെന്നും താൻ വിധവയാകും എന്നും തിരിച്ചറിഞ്ഞ ശീലാവതി തൻ്റെ പാതിവൃത്യത്തിൻ്റെ പ്രഭവശക്തിയാൽ സൂര്യഭഗവാനെ ശപിച്ചു. എന്തായിരുന്നു ശാപം? ഇനി മേലിൽ സൂര്യൻ ഉദിക്കാതിരിക്കട്ടെ എന്നായിരുന്നു ആ ശാപം. ശീലാവതിയുടെ ശാപനിമിത്തം സൂര്യോദയം തടയപ്പെട്ടു. അതോടെ കാലഗതിയാകെ താളം തെറ്റി. പരിഭ്രമിച്ച ത്രിമൂർത്തികളും ദേവതകൾ ഏവരും ചേർന്ന് പ്രശ്നപരിഹാരത്തിനായി അനസൂയാദേവിയെ ചെന്ന് കണ്ടു. പ്രശ്നപരിഹാരമായി എന്താ അവർ നിർദ്ദേശിച്ചെന്നറിയുമോ? അനസൂയാദേവി ശീലാവതിയെ ചെന്ന് കണ്ട് ശാപനിവൃത്തി വരുത്തണം എന്നായിരുന്നു അവരുടെ നിർദ്ദേശം. അങ്ങനെ അനസൂയ ശീലാവതിയെ ചെന്ന് കണ്ടു. ശാപം പിൻവലിക്കണമെന്ന അനസൂയയുടെ അഭ്യർത്ഥന മാനിച്ച് ശീലാവതി തൻ്റെ ശാപം പിൻവലിക്കുകയും ഭർത്താവിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ശീലാവതിയുടെ ശാപനിവൃത്തി വരുത്തിയതിന് പ്രത്യുപകാരമായി എന്തു വരം വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക എന്ന് ത്രിമൂർത്തികൾ അനസൂയയോട് ആവശ്യപ്പെട്ടു. ഈ അവസരത്തിൽ ത്രിമൂർത്തികളായ ദേവതകൾ തൻ്റെ പുത്രന്മാരായി ജന്മമെടുക്കണമെന്ന് അനസൂയ വരം ചോദിച്ചു. തൽഫലമായിട്ട് ഭഗവാൻ മഹാവിഷ്ണു ദത്താത്രേയനായും കോപസമ്മിശ്രമായി ഭഗവാൻ ശിവൻ ദുർവാസാവായും ബ്രഹ്മദേവൻ ചന്ദ്രനായും അനസൂയയുടെ ഉദരത്തിലൂടെ ജന്മമെടുത്തു. ഇതിൽ അനസൂയ ദുർവാസാവിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ഭഗവാൻ ശിവനും ബ്രഹ്മദേവനും തമ്മിലൊരു തർക്കമുണ്ടായി. ഈ തർക്കം ഒരു യുദ്ധത്തിൽ വരെ എത്തിച്ചേർന്നു. സംഹാരമൂർത്തിയായ ശിവഭഗവാന്റെ കോപാഗ്നിയോടെ ചൂടറിഞ്ഞ ദേവി പാർവതി തളർന്നുപോയി. തൻ്റെ പ്രണയ തപസ്സിൻ്റെ സമയത്ത് കാമദേവനെ തൻ്റെ തൃക്കണ്ണാൽ ഭസ്മീകരിച്ച ഭഗവാന്റെ കോപം ദേവി കണ്ടിട്ടുള്ളതാണ്. തൻ്റെ പതിയുടെ കോപാന്ധതയ്ക്ക് തടയിടുവാൻ ദേവി പോലും അതിയായി ആഗ്രഹിച്ചിരുന്നു. ഇത്രമേൽ കോപാന്ധനായ ഒരാൾക്കൊപ്പമുള്ള ജീവിതം ദുർവാസമാണ് എന്ന് ഒരിക്കൽ ദേവി ഭഗവാനോട് പറഞ്ഞിട്ടുമുണ്ട്. തൻ്റെ പ്രിയതമയുടെ വൈഷമ്യത്തിനു കാരണമായി ദുർവാസഹേതുവായ കോപത്തെ ആവാഹിച്ച് ഭഗവാൻ ശിവൻ അനസൂയയുടെ ഗർഭത്തിലേക്ക് നിക്ഷേപിച്ചു. അങ്ങനെ അനസൂയയുടെ ഗർഭത്തിൽ ഉപേക്ഷിച്ച ഭഗവാൻ ശിവശങ്കരൻ്റെ കോപമാണ് പരിണമിച്ച് ദുർവാസാവായി ജനിച്ചത്. മുൻകോപം കൊണ്ട് ത്രിലോകങ്ങളെ വിറപ്പിച്ച ദുർവാസാവ് മഹർഷിയാണ് കൂർമാവതാരമുണ്ടാകുവാൻ കാരണമായത്. ഇനി നമുക്ക് കൂർമാവതാര കഥ ശ്രവിക്കാം. ഒരിക്കൽ ശ്രീമതി എന്ന ഗന്ധർവനാരിയിൽ സംപ്രീതയായ ലക്ഷ്മി ദേവിയിൽ നിന്നും ശ്രീമതിക്ക് ദിവ്യഹാരം ലഭിക്കുകയുണ്ടായി. ഉലകം ചുറ്റി സഞ്ചരിക്കവേ മഹർഷി ദുർവാസാവിന് ശ്രീമതിയും മറ്റ് വിദ്യാധര സ്ത്രീകളും ചേർന്ന് വൈശിഷ്ട്യമായ ഒരു പാരിജാതമാല സമ്മാനിച്ചു. സന്തോഷപൂർവ്വം ആ മാല സ്വീകരിച്ച അദ്ദേഹം ചിന്താമഗ്നനായി. വൈശിഷ്ട്യമായ ഈ ഹാരം ഒരു സന്യാസി വര്യനായ നാം ചൂടി ആനന്ദിക്കുകയല്ല വേണ്ടത്, പകരം അർഹമായ മറ്റൊരു കരങ്ങളിൽ ഇത് ഏൽപ്പിക്കുകയാണ് ഉചിതം. പക്ഷേ അപ്പോൾ ഒരു സംശയം ആ മുനിശ്രേഷ്ഠനിൽ ബാക്കിയായി നിന്നു. ആരാണ് ഈ ഹാരത്തിനർഹൻ? ത്രിമൂർത്തികളോ അതോ ദേവേന്ദ്രാദി ദിക്പാലകരോ? ഉത്തരമില്ലാതെ സംശയിച്ചു നിന്ന ദുർവാസാവ് മുനി കണ്ടു. ദൂരെ നിന്നും ദേവരാജനായ ഇന്ദ്രൻ ഐരാവതാരൂഢനായി അവിടേക്കെത്തുന്നത്. ഐരാവതത്തിൻ്റെ പ്രാധാന്യം അറിയുമോ? ഹൈന്ദവ പുരാണങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന വെളുത്ത നിറത്തോടു കൂടിയതും ഒന്നിലധികം തുമ്പിക്കൈകൾ ഉള്ളതുമായ കിഴക്കുൾപ്പെടെ 8 ദിക്കുകളിൽ കുടികൊള്ളുന്നതുമായ അഷ്ടദിഗ്ഗജങ്ങൾ എന്ന പുകൾപെറ്റ ആനകളിൽ ഒരാനയാണ് ഐരാവതം.
ഐരാവതം കുടികൊള്ളുന്നത് കിഴക്ക് ദിക്കിലാണ്. കൂടാതെ തെക്ക് കിഴക്ക് പുണ്ഡീരകനും, തെക്ക് വാമനനും, തെക്കു പടിഞ്ഞാറ് കുമുദനും, പടിഞ്ഞാറ് അഞ്ജനനും, വടക്ക് പടിഞ്ഞാറ് പുഷ്പദന്തനും, വടക്ക് സാർവഭൗമനും, വടക്ക് കിഴക്ക് സുപ്രതീകനും കുടികൊള്ളുന്നു എന്ന് പറയപ്പെടുന്നു. വിക്രമാദിത്യ രാജസദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്ന അമരസിംഹനാൽ പദ്യരൂപത്തിൽ രചിക്കപ്പെട്ട ശബ്ദകോശമായ നാമലിംഗാനുശാസനം എന്ന പേരിൽ അറിയപ്പെടുന്ന അമരകോശത്തിലെ അധ ദ്വിഗർഗ എന്ന ഭാഗത്ത് 4-ാം ശ്ലോകമായി ഈ വിശദാംശങ്ങൾ: ഐരാവതാം പുണ്ഡരീകോ വാമന കുമുദോഞ്ജനാം പുഷ്പദന്തോ സാർവഭൗമാം സുപ്രതീകാഞ്ചാം ദിഗ്ഗജ എന്ന് പറയപ്പെടുന്നു. അങ്ങനെ അവിടേക്ക് ഐരാവതാരൂഢനായി എത്തിയ ഇന്ദ്രദേവന് ആ ഹാരം നൽകുവാൻ ദുർവാസാവ് ഋഷി തീരുമാനിച്ചു. വർദ്ധിച്ച സന്തോഷത്തോടെ മഹർഷി ഇന്ദ്രദേവന് ആ മാല സമ്മാനിച്ചു. ഇന്ദ്രദേവനും സന്തോഷമായി. തനിക്ക് ലഭിച്ച ആ വിശിഷ്ടമായ ഹാരം സ്വീകരിച്ച് യാത്ര തുടർന്ന ഇന്ദ്രദേവന് ആ മാല തൻ്റെ മുടിയിൽ ചൂടുവാൻ അതിയായ ആഗ്രഹം തോന്നി. അതിനായി തൻ്റെ മുടിയിഴകൾ അഴിക്കുവാൻ തയ്യാറായ ഇന്ദ്രൻ സൗകര്യാർത്ഥം ആ മാല ഐരാവതത്തിൻ്റെ മസ്തകത്തിലേക്കൊന്ന് വെച്ചു. എന്നാൽ ഇതിനോടകം അവിടെ പടർന്ന ആ ഹാരത്തിൻ്റെ പരിമളം വണ്ടുകളെയും തേനീച്ചകളെയും ഒക്കെ ആകർഷിച്ചു. അവ കൂട്ടമായി അവിടേക്ക് പറന്നെത്തി. പൂന്തേൻ നുകരുവാനുള്ള അവയുടെ മത്സരം ആക്രമണത്തിൽ അവസാനിച്ചു. ആ ശല്യം സഹിക്കുവാൻ ഐരാവതത്തിന് കഴിയുന്നുണ്ടായിരുന്നില്ല. വണ്ടുകളുടെ മത്സരത്തിൽ ഐരാവതത്തിനും കിട്ടി ചില കുത്തുകളൊക്കെ. ഐരാവതത്തിന് എന്ത് ദുർവാസാവ് അല്ലേ! ഐരാവതം തൻ്റെ മസ്തകത്തിൽ നിന്നും ആ ഹാരം തുമ്പിക്കൈയാൽ അങ്ങോട്ട് വലിച്ചെടുത്തിട്ട് താഴേക്കിട്ട് ചവിട്ടി. എന്തു ചെയ്യണമെന്നറിയാതെ നിന്നുപോയി ഇന്ദ്രദേവൻ. ഐരാവതത്തിൻ്റെ ഈ പ്രവൃത്തി ദുർവാസാവിനെ വല്ലാതെ ചൊടിപ്പിച്ചു. കോപിഷ്ഠനായ ദുർവാസാവ് ഇന്ദ്രദേവനെ ശപിച്ചു. വൈശിഷ്ട്യമായ ഈ പുഷ്പഹാരത്തെ സ്വീകരിക്കാൻ ഹേ ഇന്ദ്രദേവ, നീയാണ് യോഗ്യൻ എന്ന് നാം കരുതി. എന്നാൽ എന്നെയും നാം നൽകിയ ആ പുഷ്പഹാരത്തെയും നീ ബഹുമാനിച്ചില്ല. അതിൻ്റെ ഫലം നീ അനുഭവിച്ചേ മതിയാകൂ. അതിനാൽ നീയും സർവ്വദേവതകളും സർവ്വ ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ട് ജരാനര പൂണ്ട് വസിക്കുവാൻ ഇടയാകട്ടെ. അതോടെ സ്വർഗലോകത്തു നിന്നും ലക്ഷ്മി ദേവി പാൽക്കടലിലേക്ക് മറഞ്ഞു. മഹാമുനിയുടെ വാക്കുകൾ കേട്ട് ഇന്ദ്രദേവൻ ഭയന്നു. അദ്ദേഹം ആ മഹാമുനിക്ക് മുൻപിൽ കേണപേക്ഷിച്ചു. മനസ്സാവാച ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ലെന്നും വൈശിഷ്ട്യമായ ഹാരത്തിൻ്റെ മധു നുകരുവാൻ മത്സരിച്ച വണ്ടുകളുടെ പീഡനം മൂലം ഐരാവതത്തിന് ഇவ்விധം പ്രവർത്തിക്കേണ്ടി വന്നതാണെന്നും ഇന്ദ്രൻ വ്യക്തമാക്കി. ഇന്ദ്രവാക്കുകൾ കേട്ട ദുർവാസാവ് കോപമടങ്ങിയപ്പോൾ ശാപമോക്ഷ പരിഹാരം ഇന്ദ്രദേവൻ ഉപദേശിച്ചു. എന്തായിരുന്നു അത്? പാലാഴി കടഞ്ഞ് അമൃത് ഭക്ഷിക്കുക മാത്രമാണ് ഏക പ്രതിവിധി. ദേവരാജൻ ഇന്ദ്രൻ തിരികെ ദേവരാജ സന്നിധിയായ അമരാവതിയിലെത്തി. അവിടെ ദുരവസ്ഥയിൽ കണ്ട ശാപഗ്രസ്തരായ മറ്റ് ദേവതകളോട് ശാപകാര്യകാരണം വിവരിച്ചു. ദേവന്മാരേവരും ചേർന്ന് ബ്രഹ്മദേവനെ അഭയം പ്രാപിച്ചു. അദ്ദേഹം ദേവന്മാരെയും ചേർത്ത് കൈലാസ സന്നിധിയിലെത്തി മഹാദേവനെ കണ്ടു. എന്നാൽ ഈ സമസ്യയ്ക്ക് ഉചിതമായ നിർദ്ദേശം നൽകുവാൻ പ്രാപ്തൻ ഭഗവാൻ നാരായണനാണ് എന്നായിരുന്നു കൈലാസനാഥൻ്റെ നിർദ്ദേശം. ആ നിർദ്ദേശം മാനിച്ച ദേവാദികൾ ശങ്കര ഭഗവാനുമായി ചേർന്ന് വൈകുണ്ഠത്തിലെത്തി വൈകുണ്ഠാധിപതിയായ ഭഗവാൻ മഹാവിഷ്ണുവിനെ കണ്ട് സങ്കടമുണർത്തിച്ചു. എല്ലാം ഗൂഢസ്മിതത്തോടെ കേട്ടിരുന്ന വൈകുണ്ഠനാഥൻ ഏവരോടുമായി പറഞ്ഞു: ദേവന്മാരെ, പാലാഴി മഥനം എന്നത് ദേവതകളാൽ മാത്രം പൂർത്തീകരിക്കുവാൻ കഴിയുന്ന ഒരു സമസ്യയല്ല. ആയതിനാൽ അതിന് അസുരഗണത്തിൻ്റെ സഹായവും നമുക്ക് ആവശ്യമാണ്. മാത്രമല്ല, പാലാഴി മഥനത്തിനാവശ്യമായ കടകോലായി മന്ധരപർവ്വതത്തിൻ്റെയും കയറായി നാഗശ്രേഷ്ഠൻ വാസുകിയുടെയും സഹായം നമുക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന്. തൽക്ഷണം ഭഗവാൻ മഹാദേവൻ തൻ്റെ ഭൂതഗണങ്ങളെ വിട്ട് അസുരന്മാരെ വരുത്തിച്ചു. ശ്രേഷ്ഠനാഗമായ അനന്തൻ തൻ്റെ തോളിലേറ്റി മന്ധരപർവ്വതത്തെ പാലാഴിയിലെത്തിച്ചു. ഭഗവാൻ വിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ തൻ്റെ കഴിവിലുള്ള അഹങ്കാരത്തിൻ്റെ മൂർധന്യത്തിൽ
വാസുകിയെ കൊത്തിക്കൊണ്ടുവരാൻ ഒന്ന് പരിശ്രമിച്ചു. പക്ഷേ സാധിച്ചില്ല. എന്നാൽ ആ സ്ഥാനത്ത് ഭഗവാൻ നാരായണൻ മനസ്സുകൊണ്ട് സ്മരിച്ച നിമിഷം വാസുകി സ്വമേധയാ അവിടെ എത്തി. അങ്ങനെ മന്ധരപർവ്വതത്തെ കടകോലും ആ കടകോലിനെ ചുറ്റിക്കടയുവാൻ കയറായി വാസുകി എന്ന മഹാസർപ്പവും നിയോഗിതരായി. അസുരന്മാർ ഒരു തരം വാശിയോടെ വാസുകിയുടെ തലഭാഗവും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം ദേവാദികൾ വാസുകിയുടെ വാൽഭാഗവും കയ്യേറ്റു. അങ്ങനെ പാലാഴിമഥനം ആരംഭിച്ചു. അസുരന്മാർ ക്രമേണ ക്ഷീണിതരായിട്ട് വന്നു. വാസുകിയുടെ വായിൽ നിന്നും പുറം തള്ളിയ വിഷമായിരുന്നു അതിന് പ്രധാന കാരണം. എന്നാൽ ദേവന്മാർക്ക് ക്ഷീണമൊന്നും ഉണ്ടായില്ല. സംവത്സരങ്ങൾ പലതങ്ങനെ കഴിഞ്ഞു. ഇതിനിടയിൽ വാസുകിക്ക് മന്ദരപർവ്വതത്തിന്റെ ഭാരം അസഹനീയമായി വന്നു. അങ്ങനെ മന്ദരപർവ്വതം വാസുകിയുടെ ചുറ്റിൽ നിന്നും അയഞ്ഞ് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ആണ്ടുപോയി. ദേവാദികളും അസുരാദികളും പരിഭ്രാന്തരായി ഭഗവാൻ മഹാവിഷ്ണുവിനോട് അഭയം പ്രാപിച്ചു. ഭക്തരക്ഷകനായ ഭഗവാൻ തന്റെ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാര രൂപം കൈക്കൊണ്ടു. കൂർമ്മം എന്നാൽ ആമ എന്നാണ് അർത്ഥം. കൂർമാവതാര രൂപം പ്രാപിച്ച ഭഗവാൻ മന്ധരപർവ്വതത്തെ തന്റെ പുറത്ത് എടുത്ത് ഉയർത്തി നിർത്തി. തുടർന്ന് പാലാഴിമഥനം സുഗമമായി നടന്നു. പാലാഴിമഥനത്തിന്റെ ക്ഷീണത്തില് നാഗശ്രേഷ്ഠൻ വാസുകി ഹലോഹലം അഥവാ കാളകൂടം എന്ന ഉഗ്രമായ വിഷം ചീറ്റി. പ്രപഞ്ചത്തെ മുഴുവൻ നശിപ്പിക്കുവാനുള്ള ശക്തി ഉണ്ടായിരുന്നു പുറത്തേക്ക് വമിച്ച ആ കാളകൂട വിഷത്തിന്. ഇത് മനസ്സിലാക്കിയ ഭഗവാൻ ശ്രീ മഹാദേവൻ ആ കാളകൂടത്തെ തന്റെ വരുതിയിലാക്കി ഭക്ഷിക്കുവാൻ തുടങ്ങി. എന്നാല് തന്റെ പതിക്ക് ദോഷം ഭവിക്കും എന്ന് പരിഭ്രമിച്ച ദേവി പാർവതി വേഗം ഭഗവാൻ ശിവന്റെ കണ്ഠത്തിലേക്ക് അമർത്തി അങ്ങോട്ട് പിടിച്ചു. അതുകൊണ്ട് തന്നെ വിഷം ഭഗവാന്റെ ഉദരത്തിലേക്ക് ഇറങ്ങിയില്ല. പുറത്തേക്ക് വിഷം തുപ്പാതിരിക്കുവാൻ ഭഗവാൻ മഹാവിഷ്ണു ശിവഭഗവാന്റെ വായ് പൊത്തിയെന്നും കഥകളുണ്ട്. എന്തായിരുന്നാലും കാളകൂട വിഷം കഴിച്ച തന്റെ ഭർത്താവിനായി പാർവതി ദേവി ഉറങ്ങാതിരുന്ന രാത്രിയാണ് ശിവരാത്രി എന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. ഭഗവാൻ ശിവന്റെ കണ്ഠത്തിലിരുന്ന കാളകൂട വിഷം കട്ട പിടിച്ച് ഉറച്ചു. അത് ഭഗവാന്റെ കണ്ഠത്തിൽ നീല നിറമായി വ്യാപിച്ചു. ഇങ്ങനെയാണ് ഭഗവാൻ മഹാദേവന് നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചത്. വിഷം ചീറ്റിയ വാസുകിയുടെ ക്ഷീണം ഒന്നകന്നപ്പോൾ വീണ്ടും പാലാഴിമഥനം തുടർന്നു. മഥനത്തിന്റെ പല ഘട്ടങ്ങളിൽ ലക്ഷ്മി ദേവി, കാമധേനു തുടങ്ങി പല അമൂല്യ വസ്തുക്കളും സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്നു. ഒടുവിൽ ധന്വന്തരമൂർത്തി അമൃതകുംഭവുമായി ഉയർന്നു വന്നു. ഇത് ആദ്യം കണ്ണിൽപ്പെട്ടത് അസുരന്മാർക്കായിരുന്നു. ലോഭമോഹികളായ അവർ അമൃതകുംഭവും തട്ടിയെടുത്ത് അവിടെ നിന്നും കടന്നു കളഞ്ഞു. അമൃത് ലഭിച്ചിട്ടും കഴിക്കാൻ കഴിയാത്ത സങ്കടം ദേവന്മാരിൽ വർദ്ധിച്ചു. ഈ സമയത്ത് അമൃത് പങ്കിടാനായിട്ട് ശുദ്ധമായ ഒരു സ്ഥലത്ത് അസുരാദികളെല്ലാവരുമായി ഇരുന്നു. എന്നാൽ അപ്പോഴാണ് അവിടെ ഒരു തർക്കം ഉടലെടുത്തത്. ആരാണ് ഈ അമൃത് എല്ലാവർക്കും വിളമ്പി നൽകുക? ആ സാഹചര്യത്തിൽ ദേവന്മാരുടെ സങ്കടത്തിനൊരു അറുതി വരുത്തുവാൻ ഭഗവാൻ മഹാവിഷ്ണു തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ ഒരേ ഒരു സ്ത്രീ രൂപാവതാരമായ മോഹിനി രൂപം സ്വീകരിച്ചു. ഭസ്മാസുരനെ വധിക്കുവാനും ഇതേ മോഹിനി രൂപമാണ് ഭഗവാൻ സ്വീകരിച്ചിട്ടുള്ളത്. കൂടാതെ മോഹിനി രൂപം സ്വീകരിച്ചത് ഹരിഹരസുതനായ അയ്യപ്പന്റെ ജനനത്തിനോടനുബന്ധിച്ചാണെന്നും ഐതിഹ്യങ്ങളുണ്ട്. ആ കഥ മറ്റൊരവസരത്തിൽ പറയാം. അങ്ങനെ മോഹിനി രൂപത്തിൽ ഭഗവാൻ അസുരന്മാർക്കരികിലെത്തി. സുന്ദരിയായ ഇവൾ ആരാണ് എന്ന് അസുരന്മാർ അന്വേഷിച്ചു. അപ്പോ മോഹിനി എന്താ മറുപടി നൽകിയെന്നോ? ഞാൻ പാലാഴിയിൽ നിന്നും ധന്വന്തരി മൂർത്തിയുടെ സഹോദരിയായി പിറന്നവളാണ്. എനിക്ക് അനുരൂപനായ ഒരു ഭർത്താവിനെ അന്വേഷിക്കുകയാണ് എന്നാണ്. മോഹിനിയുടെ വാക്കുകൾ അസുരഗണം വിശ്വസിച്ചു. മോഹിനിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ അസുരാദികൾ തങ്ങളുടെ തർക്കപരിഹാരമായി അമൃത് തങ്ങൾക്ക് പങ്കിട്ട് നൽകുവാനുള്ള ഉദ്യമം മോഹിനിയെ ഏൽപ്പിച്ചു. അവർ പറഞ്ഞു, നീ ഞങ്ങൾക്കേവർക്കും അമൃത് പങ്കിട്ട് നൽകുക. ശേഷം നിനക്ക് ഞങ്ങളിൽ നിന്നും
അനുരൂപനായ ഒരസുരനെ ഭർത്താവായി സ്വീകരിക്കുകയും ചെയ്യാമെന്ന്. പക്ഷേ ഈ സമയം മോഹിനി അസുരന്മാരോട് പറഞ്ഞു, നിങ്ങൾ ദേവന്മാരും അസുരന്മാരും ഇരുപന്തിയിൽ ഇരിക്കുക, ഞാൻ അമൃത് ഇരു കൂട്ടർക്കും പങ്കിട്ടു നൽകാമെന്ന്. മോഹിനിയുടെ സൗന്ദര്യത്തിൽ മതിഭ്രമം ബാധിച്ച അസുരന്മാര് ആ നിബന്ധന അംഗീകരിച്ചു. ശേഷം മോഹിനി മറ്റൊരു നിബന്ധന കൂടി വെച്ചു. അത്യധികം നാണത്തോടെ അസുരന്മാരോടായി മോഹിനി പറഞ്ഞു, നിങ്ങൾ എന്നെ നോക്കുമ്പോൾ എനിക്ക് ലജ്ജ അധികരിക്കുകയാണ്. ആയതിനാൽ നിങ്ങൾ എനിക്ക് മുൻപിൽ ഞാൻ പറയും വരെ കണ്ണുകൾ അടച്ചിരിക്കണം. ഞാൻ അമൃത് പകർന്നു നൽകാം എന്ന്. അസുരാദികൾക്ക് സമ്മതിക്കാതെ വേറെ നിവർത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ണുകൾ അടച്ച് കൈക്കുമ്പിൾ നീട്ടി അസുരന്മാരും ദേവന്മാരും അമൃതപാനത്തിനായി നിരന്നിരുന്നു. അല്പസമയം കാത്തിരുന്നിട്ടും അമൃത് ലഭിക്കാതിരുന്നപ്പോൾ അസുര സേനാധിപനായ സൈംഹികേയൻ കണ്ണുകൾ തുറന്നു നോക്കി. അപ്പോൾ കണ്ടത് മോഹിനി ദേവന്മാർക്ക് അമൃത് വിളമ്പുന്നതാണ്. സിംഹിക എന്ന അസുരനാരിക്ക് വിപ്രജിത്ത് എന്ന അസുരനിൽ പിറന്ന സന്തതിയാണ് സൈംഹികേയൻ. സൈംഹികേയൻ ചതി മനസ്സിലാക്കി ഒരു ഉപായം കണ്ടെത്തി. അയാൾ വേഷപ്രച്ഛന്നനായി ദേവന്മാർക്കിടയിൽ സ്ഥാനമുറപ്പിച്ചു. ദേവന്മാർക്ക് അമൃത് വിളമ്പുന്ന നേരം ആ അസുരനും ഒരു പങ്ക് വാങ്ങി അങ്ങ് ഭക്ഷിച്ചു. ഈ സമയം ദേവന്മാരുടെ ദ്വാരപാലകരായി നിന്നിരുന്ന സൂര്യചന്ദ്രന്മാർക്ക് ഇത് മനസ്സിലായി. അവര് പ്രസ്തുത വിവരം മോഹിനിയെ അറിയിച്ചു. മോഹിനി രൂപവാഹിയായ ഭഗവാൻ വിഷ്ണു കോപത്തോടെ സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷനായി. അദ്ദേഹം തൻ്റെ സുദർശനം കൊണ്ട് സൈംഹികന്റെ ഖണ്ഡം ഛേദിച്ചു. കഴുത്തറുത്തിട്ടും അമൃതിൻ്റെ പ്രഭാവത്താൽ മരണം സംഭവിക്കാതെ ഉടലും തലയും വേർപെട്ട് ജീവനോടെ അദ്ദേഹം അവിടെ നിന്നും രക്ഷപ്പെട്ടു. കാലക്രമേണ തലഭാഗം രാഹുവായും ഉടൽ കേതുവായും അറിയപ്പെട്ടു. രാഹുവിന് സൂര്യചന്ദ്രന്മാരോടുള്ള അടങ്ങാത്ത പക മൂലം സഞ്ചാരവേളകളിൽ ഇരുവരെയും വിഴുങ്ങുന്നത് മൂലമാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാകുന്നത് എന്നാണ് പുരാണങ്ങൾ സമർത്ഥിക്കുന്നത്. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റൊരു കഥയുമായി ഉടനെത്തുന്നതാണ്. അടുത്ത കഥ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ മൂന്നാമത്തെ അവതാരമായ വരാഹാവതാരമാണ്. അപ്പോൾ ഇനി വരാഹാവതാരവുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രിയപ്പെട്ട കൂട്ടുകാർ മറക്കാതിരിക്കുമെന്ന വിശ്വാസത്തോടെ നിർത്തട്ടെ. ബൈ.